മഗ്‌രിബ് നമസ്കാരത്തിന് സമയം കുറവായതുകൊണ്ടാണോ മുമ്പുള്ള സുന്നത്ത് പല സ്ഥലത്തും ഒഴിവാക്കുന്നത്? ആ സുന്നത്തും കൂടി നാം സ്വീകരിക്കേണ്ടതല്ലേ? ചോദിച്ചിരിക്കുന്നത് ഹക്കീമാണ്, തിരുവനന്തപുരത്ത് നിന്നും. നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അസ്വലാത്തു അവ്വലു വഖ്തിഹ എന്നാണ്. സമയങ്ങളുടെ ആദ്യം നിസ്കരിക്കലാണ്. ഇപ്പോൾ ളുഹർ, അസർ, മറ്റുള്ള നിസ്കാരങ്ങൾക്കൊക്കെ സമയം ധാരാളമുണ്ട്, സുബഹി ഉൾപ്പെടെ. മഗ്‌രിബ് നമസ്കാരത്തിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. 6:20 ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ 7:20, 7:35, ഏറ്റവും കൂടിപ്പോയാൽ 7:40 അടുത്ത മഗ്‌രിബിൻ്റെ സമയമാണ്. അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ പലപ്പോഴും ഒഴിവാക്കപ്പെടുന്നത്. പക്ഷേ അവിടെ നമുക്ക് നഷ്ടം വരുന്നത് വലിയ കൂലിയുള്ള 2 റക്അത്ത് നിസ്കാരമാണ്. പലരും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം മുമ്പുള്ള സുന്നത്ത് നിസ്കാരവും ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും ഒരുമിച്ച് നിസ്കരിക്കുന്നുണ്ട്. അത് ഖബൂലിയത്താണ്, അത് സ്വീകാര്യതയാണ്. മഗ്‌രിബിൻ്റെ സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ് മഗ്‌രിബിന് മുമ്പുള്ള സുന്നത്തും മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചാൽ മതിയാകുന്നതാണ്. പക്ഷേ ആ സുന്നത്തിനോടുള്ള ഒരു ആദരവും ബഹുമാനവും എന്ന് പറയുന്നത് മഗ്‌രിബ് ബാങ്ക് വിളിച്ച ഉടനെ തന്നെ മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ 2 റക്അത്ത് നിസ്കരിക്കുക. വളരെ കുറഞ്ഞ സമയമല്ലേ വേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ ഇഖാമത്ത് കൊടുത്തിട്ട് ആ നിസ്കാരത്തെ പൂർത്തിയാക്കുക എന്നതാണ്. അൽഹംദുലില്ലാ. പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ആ നിസ്കാരം പോലും, ആ സുന്നത്ത് നമസ്കാരം പോലും നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഗതിവിഗതികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഫർദ് നമസ്കാരങ്ങളെ വെറും നിസ്സാരമായി പുച്ഛിച്ച് തള്ളിക്കളയുന്ന ആളുകളുടെ അവസ്ഥ എന്താ? സർവശക്തനായ അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.